നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതരായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ഈ ണമേ. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാണല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിലും അങ്ങ് സംപ്രീതനാകണമെന്നേ. ഉടമ്പടികളെ ലംഘിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ കോപത്തിന്റെ ഇരയാകാതിരിക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇതുവഴി ബന്ധിതരാൻ പോകുന്ന ഞങ്ങളുടെ ജോണിയെയും അന്നയുടെയും ഹൃദയങ്ങളെ എന്നും ഒരുമയിൽ നിലനിർത്തണമേ. അവരെ അങ്ങയുടെ കൃപാവരത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വസ്തത ഞാൻ പ്രസംഗിക്കും. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വസ്തത ഞാൻ പ്രസംഗിക്കും. ദൈവമേ, അങ്ങേ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാകുന്നു, അങ്ങേ സ്നേഹം നിത്യവുമാകുന്നു. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു, ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. നിന്റെ സന്തതിയെ ഞാൻ നിലനിർത്തും, എല്ലാ തലമുറകൾക്കും വേണ്ടി നിന്റെ സിംഹാസനം ഞാൻ ഉറപ്പിക്കും. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. ഞാൻ ഒരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തെരഞ്ഞെടുത്തുയർത്തി. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, എന്റെ കാരുണ്യം അവനെ അനുഗമിക്കും, എന്റെ ഉടമ്പടി പൂർത്തിയാവുകയും ചെയ്യും. കർത്താവിന്റെ കാരണം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, ഹെബ്രായർക്കാർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റമായതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സ്ഥാപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെ ശാസിച്ചുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ഭവനത്തോടും യൂദാ ഭവനത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു. ഈജിപ്റ്റ് ദേശത്തു നിന്ന് അവരെ സുന്ദരാക്കുവാൻ വേണ്ടി അവരെ ഞാൻ കൈപിടിച്ച് നടത്തിയ ദിവസം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി പോലെ അല്ലാതെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ നിലനിന്നില്ല, അവരെ ഞാൻ കൂട്ടാക്കിയില്ല. ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനത്തോട് ഞാൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി ഇതാവുന്നുവെന്ന് കർത്താവ് പറയുന്നു. എന്റെ അനുശാസനങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. സമൂഹ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഉടമ്പടി പാലിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കുടുംബബന്ധം അഭംഗം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉറപ്പിക്കുന്ന വിവാഹ ഉടമ്പടി ഭാവി നന്മയ്ക്ക് ഉപകരിക്കുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ഈ ഉടമ്പടി അടിസ്ഥാനമായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി മൂലം വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണിയെയും അന്നയെയും പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും മരണം വരെ സംരക്ഷിച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും ഉടമ്പടികളിൽ തീക്ഷ്ണതയുള്ളവരുമായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുവാൻ
നടത്തുന്ന ഈ വിവാഹ ഉടമ്പടിയെ അങ്ങ് ഉറപ്പിക്കണമേ. ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി വഴി വിവാഹിതരാകുവാൻ പോകുന്ന വ്യക്തികളെ അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയിൽ അവരെ ബന്ധിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളർത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും